തങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് വീട്ടിൽ ബാക്കി വെച്ചിട്ടുള്ളത്? ഉമർ തങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് ഇവിടെ ഞാൻ കൊണ്ടുവന്നത് പോലെയുള്ള ഒരു വിഹിതം എന്റെ വീട്ടിൽ ബാക്കിയുണ്ട്. സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, നബിയേ, എന്റെ വീട്ടിലുള്ള മുഴുവൻ സമ്പത്തും ഞാൻ ഇതാ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്റെ വീട്ടിൽ ഇനി ബാക്കിയുള്ളത് അല്ലാഹുവും അവന്റെ റസൂലും മാത്രമാണ് നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ് കൂടുതൽ ഈമാൻ ഉള്ളത് എന്ന് നമ്മൾ പറയുന്നത്? ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെ ഈമാൻ ഒരു തട്ടിലും സിദ്ദീഖിന്റെ ഈമാൻ മറ്റേ തട്ടിലും വെച്ചാൽ സിദ്ദീഖിന്റെ ഈമാൻ കനം തൂങ്ങുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എന്തുകൊണ്ടാണ്? ഉപാധികളില്ലാതെ ഹബീബിനെ പ്രണയിച്ചത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞ കാര്യങ്ങൾക്കുള്ളിൽ ബുദ്ധിയുടെ വലിപ്പം നോക്കാതെ സ്വീകരിച്ചത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ഉണ്ടാകുന്ന സമയത്താണ് ഒരു ദിവസം ഇസ്രാഈലിന്റെയും മിഅ്റാജിന്റെയും യാത്രയുണ്ടാകുന്നത്. ഇസ്രാഈൽ കഴിഞ്ഞു, മിഅ്റാജും കഴിഞ്ഞു തിരിച്ചു വന്നു. ഖുറൈശികളോട് പറയുന്നു, ഇസ്ലാമിന്റെ ഖലീഫയാണ്, ഭരണാധികാരിയാണ്, അവിടുത്തെ അമീറുൽ മുഅ്മിനീനാണ്. ആ അമീറുൽ മുഅ്മിനീന്റെ വീടാണ് വളഞ്ഞു വെച്ചിരിക്കുന്നത്. തടങ്കലിൽ കഴിയുകയാണ്. കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. തന്റെ കൂടെ ഭാര്യ നായില ബീവി റളിയല്ലാഹു അൻഹയുണ്ട്. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്. ആ ദിവസം ഇങ്ങനെ തള്ളി നീക്കുമ്പോ അന്ന് മഹാനവറുകൾ നോമ്പുകാരനാണ്. ആ പകൽ മുഴുവൻ നോമ്പെടുക്കുന്നു.